നല്ല അറേഞ്ച്മെന്റ്സ് ഒക്കെ സൂപ്പറാണ്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് അല്ലേ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലേ. ലഹരിക്ക് ഒരുപാട് ബദലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ വികലാംഗരായ ആൾക്കാരുടെ മാരത്തോണോ, വീൽ ചെയർ മാരത്തോണാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, എന്ത് പറയുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയൂ. എന്താണ് എന്താ ഉണ്ടാക്കുന്നത്? അടിപൊളി അല്ലേ? ഫുൾ സെറ്റപ്പ്. ലഹരി വേണ്ട അല്ലേ? ഇതല്ല സന്തോഷം. ലഹരികളെക്കാളും വലിയ സന്തോഷമല്ലേ ഇവിടെ നടക്കുന്നത്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ എങ്ങനെയുണ്ട് പ്രോഗ്രാമൊക്കെ? ഗംഭീര. എല്ലായിടത്തും വളരെ സജീവമാണല്ലോ. അല്ല ഇവിടെ അല്ലേ, എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങളാണല്ലോ. ലഹരിക്കെതിരെ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? പറ. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ പറ. ജീവിതത്തിൽ ഏറ്റവും നല്ല ലഹരി എന്തൊക്കെയാണ്? പറ. സന്തോഷം എവിടെ നിന്ന് വരുന്നത്? നമ്മുടെ തലേന്നല്ലേ? അതിനെന്തെങ്കിലും കെമിക്കൽസ് വേണമെന്നുണ്ടോ? വെരി ഗുഡ്. നിനക്ക് ഏറ്റവും ലഹരി നൽകുന്ന സംഭവം എന്താണ്? ഈ പുഞ്ചിരിയാണോ അല്ലെങ്കിൽ മദ്യമാണോ കൂടുതൽ ലഹരി നൽകുക? മദ്യം കൊണ്ട് ലഹരി കിട്ടിയാൽ അത് താൽക്കാലികമായിരിക്കും. ഒരു ദുഃഖത്തിനെ മാച്ച് കളയുന്ന ഒരു കർത്തം മാത്രമാണ് മദ്യം. എന്നാ പുഞ്ചിരിയോ? പുഞ്ചിരി ദുഃഖത്തെ തന്നെ മാച്ച് കളയും, നിന്നെ എടുത്ത് കളഞ്ഞു പുറത്തോട്ട്. അപ്പൊ ഏതാണ് ഏറ്റവും നല്ല ലഹരി? വെരി ഗുഡ്. പഠനമാണോ MDMA ആണോ ഏറ്റവും നല്ല ലഹരി? വെരി ഗുഡ്. പഠിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നിന്റെ തലയിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കും അല്ലേ? ന്യൂക്ലിയർ ശക്തി നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം, ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാനും ഉപയോഗിക്കാം. ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ട് ഇന്ധനം കിട്ടും അല്ലേ? എന്താ നിന്റെ അഭിപ്രായം? എന്താ എവിടെ സത്യമല്ലേ? എക്സസൈസ് ചെയ്യലാണോ അതോ ഒരു എന്തെങ്കിലും ഒരു ഡ്രഗ് യൂസ് ചെയ്യലാണോ കൂടുതൽ ലഹരി നൽകുക? വെരി ഗുഡ്. പെർമനന്റ് ലഹരി നൽകുക അത് അല്ലേ? ഈ രാവിലെ എക്സസൈസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ NSSന്റെ വോളണ്ടിയർ ആണ്, വളരെ ലഹരിക്കെതിരൊക്കെ ശക്തമായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതായാലും നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇവർ നമ്മളോടൊന്ന് ഇന്റർവ്യൂ ചെയ്യാണ്. നമ്മളെ കുഴക്കുമോ? നിങ്ങൾ കുഴക്കുമോ? ഇല്ലല്ലേ? ലഹരിക്കെതിരെ മനസ്സിന് അംഗവൈകല്യം ഇല്ലാത്ത ഒരുപാട് സഹോദരി സഹോദരന്മാർ നടത്തുന്ന എന്താ പറയാ, വീൽ ചെയർ മാരത്തോൺ. ഇല്ലടാ, കാലുകൾക്കോ കൈകൾക്കോ അല്ല അംഗവൈകല്യം വരിക. ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ തലച്ചോറിനാണ് അംഗവൈകല്യം വരിക. അതല്ലേ യഥാർത്ഥ അംഗവൈകല്യം? അന്വേഷിച്ച സമയത്ത് അത് പറഞ്ഞത് ഇവിടെ ഒത്തിരി കുട്ടികൾ സിവിൽ സർവീസ് ക്ലാസ് എടുക്കുന്ന ഡോക്ടറിനെ വളരെ സ്നേഹപൂർവ്വം മാതൃപൂർവ്വം ഡോക്ടർ കലീൽ ചന്ദ്രാസനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നേരിട്ടുള്ള മറ്റ് വ്യക്തികൾ, ഈ പ്രോഗ്രാം അധ്യക്ഷം വഹിച്ച എല്ലാ ആളുകളെയും വീടുകളിൽ ക്ഷമിക്കുക. Okay, once more, let me invite DYSP CP Sir to receive the memento. ചിരിക്കി വരട്ടെ. എല്ലാരും ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കേ. എല്ലാരും ഒന്ന് പറഞ്ഞേ, യു ആർ ഓസം, യു ആർ ഓസം,
യു ആർ ഗ്രേറ്റ്. ഇപ്പൊ നിങ്ങൾ എന്താ ഉൽപ്പാദിപ്പിച്ചത് പറ? എല്ലാരും ഹാപ്പിയാണോ? എല്ലാരും ഹാപ്പിയാണോ? എന്തെങ്കിലും മയക്കുമരുന്നോ ഡ്രഗ്സോ ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചത്? നോ. ഉറക്കെ പറ, എനിക്ക് ഡ്രഗ്സ് വേണ്ട, എനിക്ക് ഡ്രഗ്സ് വേണ്ട. നമ്മളെ ഹാപ്പിനെസ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എവിടെ നിന്നാണ്? എല്ലാവരും തലയിൽ കൈവെക്കൂ. നമ്മളെന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഈ സ്കള്ളിനുള്ളിലെ തലച്ചോറിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചത്.